നേരെ കുത്ത്. അപ്പം നീ നേരെ കുറച്ചു നേരം ഇവിടെ കടന്നു. അയ്യോ, കാലിനാണ് പിടുത്തം. എന്തൊരു കോല നോക്ക്. എടാ അവര് അടിച്ച് ഈ പരിവാക്കുമ്പോ അണക്ക എങ്ങടേലും ഓടി രക്ഷപ്പെടാറില്ലേ? എവിടൊക്കെ ഓടാനാ അമ്മാവ? അടികൾ ഇങ്ങനെ വരിഞ്ഞിട്ട് അടിക്കുമ്പോ പിന്നെ എവിടൊക്കെ ഓടുന്നത്? വെള്ളം കൊടുക്കാൻ എങ്ങനെയുണ്ട്? വേദന ഉണ്ട് ഇപ്പോ? അടി കിട്ടിയ പിന്നെ വേദന ഉണ്ടാവൂലേ? ചോദ്യത്തിനൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു കുറവുമില്ല. ക്ലീറ്റോനെ തിരിച്ചു വിളിക്കടാ. അവനൊരു കാര്യത്തിന് പോയതല്ല തങ്കം. എടാ ഞാൻ പറയണത് കേക്ക്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താ പോരെ? എന്നിട്ട് അപ്പൊ അവര് അറസ്റ്റ് ചെയ്യൂലേ? അറസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ഇവന്റെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞ നല്ല പാർട്ടിയിൽ പിടിപാടുള്ള ആളാ. ഒരു കേടും കൂടാണ്ട് അങ്ങോട്ട് ഇറങ്ങി വരും. അടിക്കടി പിന്നെ കേസ്. അല്ല പിന്നെ അമ്മാവന് എന്തേ പറയണത്? എത്രയും പ്രായമായില്ലേ അമ്മാവ? അടിക്കടി ഒരാൾ അടിച്ച ഉടനെ അങ്ങ് തിരിച്ചടിക്കാണോ വേണ്ടത്? പിന്നെ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ആണുങ്ങൾ അങ്ങനെയാണ്, അടി കൊള്ളും ചെയ്യും, അടി കൊടുക്കുകയും ചെയ്യും. നിങ്ങൾക്കൊന്നും നഷ്ടമില്ല. ക്ലീറ്റ് പോയേക്കണ എന്തെങ്കിലും പറ്റുമോ? ഇവള് പറയുന്ന കേട്ടാ, എടി ക്ലീറ്റോ അല്ല അവിടെ പോയി അടിക്കണത്, അതിന് ആമ്പിള്ളേര് വേറെ പാലയെന്ന് ഇറക്കിയിട്ടുണ്ട്. അതിനാണ്. എടാ മനുഷ്യന് ബോധമില്ലാത്തതാണ്. തങ്കം, നമ്മൾ ക്ഷത്രിയ കുടുംബാണ്. പകരത്തിന് പകരം വീട്ടണം. അതെ, നീ ആ ജമന്തിനെ വിളിച്ചു പറഞ്ഞ? ജമന്തിനൊന്നും വിളിക്കണ്ട അമ്മാവ, അവളെ അറിയിപ്പോ വന്നാ മതി. അതല്ലടാ, ഉടൻ തന്നെ നമുക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. ഇനി എന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണത്? തലക്ക് 2-3 സ്റ്റിച്ച് ഉണ്ട്, പിന്നെ ഇതിനും ഉണ്ട്. കാലിന് വേറെ പ്രശ്നമൊന്നുമില്ല, ചതവുണ്ട്, അല്ലാണ്ട് എല്ലൊന്നും പൊട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ നീ ഹോസ്പിറ്റലിൽ പോണത്? എടാ നമുക്കൊന്നും പറ്റിയിട്ടല്ല ഹോസ്പിറ്റലിൽ പോണത്. ഇപ്പൊ ക്ലീറ്റസും കൂട്ടിട്ട് അവിടെ ചെന്ന് അടി ഉണ്ടാക്കിയാൽ അവര് ഉടനെ നിന്റെ പേരിൽ കേസ് കൊടുക്കും. അപ്പൊ നമ്മൾ കേസ് ജയിക്കണമെങ്കിൽ അതിന്റെ മുമ്പ് അവര് നമ്മളെ അടിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവണം. പിന്നെ എന്നിട്ടാണോ ക്ലീറ്റോനെ വിട്ടത്? ദോഷം കിട്ടൂടാ നിനക്കൊക്കെ. നീ ഒന്ന് പോയത് വെറുതെ കളമണെന്ന് പറഞ്ഞോണ്ടിരിക്കണം. ക്ലീറ്റസിനൊന്നും പറ്റില്ല. എന്ത് കേസ് വന്നാലും എനിക്ക് കനകന്റെ പേരിലാ വരിക. എന്തെങ്കിലും ഒക്കെ കാണിക്കും. ഹലോ, കാണാൻ പറ്റില്ല. ആ എന്താ അളിയാ? ഹലോ അളിയ, അളിയ കേക്കാവോ? ഹലോ കേക്കാവോ അളിയാ? ഹലോ, എന്താ അളിയാ? ഹലോ, ആ ആ ആ അല്ല, ഞാൻ തിരക്കിനിടയിൽ ഒരു കാര്യം പറ. തേക്കോ? തേക്കല്ലേ, ഞാൻ വെപ്രാളത്തിനിടയിൽ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താണ്? നമ്മള് തല്ലേണ്ട ആളാരാ? എന്റെ എതിർ സ്ഥാനാർത്ഥി ജോയി. എന്താ അളിയാ? ജോയി ജോയി. ഓ ആ, അത് ഞാൻ ചെയ്തോളാം. പിന്നെ ആ മാല പണയം വെച്ച് 25 രൂപ കിട്ടിയുള്ളൂ. പൈസ തകയതിൽ ഇച്ചിരി പൈസ കൂടെ വേണം. ഹലോ 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 അളിയാ. ഇല്ലെങ്കിലും കാശിൻ്റെ കാര്യം പറയുമ്പോൾ അളിയനെ മുണ്ടാട്ടം മുട്ടും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അളിയാ വിളിച്ചതാ. ആ, അപ്പൊ ആളെന്നൊക്കെ ശരിയാക്കി ഉണ്ടാവും അല്ലേ? ഇനി പൈസ കൂടുതൽ വേണമെന്ന്. അല്ല, ഇനിയിപ്പോ അവരുടെ റേറ്റ് എന്താന്ന് പറയാൻ പറ്റില്ല. വണ്ടിയൊക്കെ വിളിച്ചു വരേണ്ടതൊക്കെ അല്ലേ? ഞാൻ കുറച്ചേരം കിടക്കണ്ട. കടന്നോ കുറച്ചേരം കടന്നു. എനിക്കിനിയിപ്പോ അവൻ വന്നിട്ട് കാര്യം എന്തൊക്കെയാന്ന് അറിയാണ്ട് ഒരു സമാധാനമില്ല. ഹലോ സണ്ണിയേ, എടാ ക്ലീറ്റസ് അച്ചായനാ? ആ അത് തന്നെ അത് തന്നെ. അതെ, നീ അത്യാവശ്യമായിട്ട് ഇതുവരെ ഒന്ന് വരണം. ഒന്നുമില്ല, എൻ്റെ അളിയനെ ആഫീസിലുള്ള കുറച്ച് പേര് ചേർന്നിട്ട് ചെറുതായിട്ടൊന്ന് കൈകാര്യം ചെയ്തേ. അപ്പോൾ അവരെ നമുക്ക് തിരിച്ചൊരു പണി ഉടനെ കൊടുക്കണം. കാശിൻ്റെ കാര്യമൊന്നും നീ വിഷമിക്കേണ്ട, അച്ഛനല്ലേ പറയുന്നത്. ആ നീ വണ്ടി വിളിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നോ? ആ ശരി ശരി ശരി, ഓക്കേടാ. ആ ആയിക്കോട്ടെ, ഓക്കെ. എന്റെ ക്ലീറ്റോ, എവിടെ വയ്യാവേലി ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ തലയിൽ വലിച്ചു വെക്കണേ? ഇത് വല്ലതും നടക്കുവോ? അതെ, വരുന്നത് ആരാന്നറിയാമോ? കിളി സണ്ണിയാ, പറന്ന് വെട്ടുന്ന കൂട്ടത്തിലുള്ളതാ, പാലായിലുള്ള. ആ അതിന് വരട്ടെ. അങ്ങനെ എൻ്റെ അളിയനെ തൊട്ടിട്ട് ഒരുത്തനും അങ്ങനെ ഇവിടെ വിലസുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തല്ല് കൊടുക്കാൻ പോയിട്ട് തല്ല് മേടിച്ചിട്ട് വന്നാൽ ഇവിടെ പൈസ ഒന്നും ഇരിപ്പില്ല. അളിയനോട് ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം. ആ ചുമ്മാ അളിയൻ കാശ് ഇറക്കണുണ്ടല്ലോ. കാശായിട്ടല്ലല്ലോ, മാലയായിട്ടല്ലേ തന്നെ. അത് എന്ത് ചെയ്ത്? അത് പണയം വെച്ചു. എത്ര രൂപ കിട്ടി? 25,000 രൂപ കിട്ടി. നിങ്ങൾ ഇവിടെ സൊറയും പറഞ്ഞിരിക്കാ, പണി തുടങ്ങണ്ടേ? അതെ, ഇച്ചിരി സമയം എടുക്കും അമ്മാവ. പാലായിന്ന് പിള്ളേരും കൂടെ തിരിച്ചിട്ടുണ്ട്. അവര് വിമാനത്തിലല്ല വരണത്, അവര് കാറയിലാണ് വരുന്നത്. അല്ല, അവരെന്തിന് വന്നാലും ശരി, എന്റെ കനകന്റെ മേലെ കൈ വെച്ചവര് നാളെ 2 കാലിൽ നടക്കാൻ പാടില്ല. നമ്മളെ പിള്ളേരിങ്ങ് വന്നോട്ടെ. ആരാ വരുന്നതെന്ന് അറിയാമോ? കിളി സണ്ണി. പറന്നൊരു വരവ് വരും, പറന്നൊരു ജയിത്തങ്ങ് ചെയ്യും, പറന്നങ്ങ് പോകും.
ഒരു മനുഷ്യനും അറിയത്തില്ല. ആരേനെ അടിക്കണ്ടെന്നുള്ള വിവരമൊക്കെ കനക പറഞ്ഞു തന്നിട്ട് നല്ല ഓർമ്മ ഉണ്ടല്ലോ. എൻ്റെ അമ്മ അതൊക്കെ എനിക്കറിയാം. ജോസ് എന്നല്ലേ അവൻ്റെ പേര്? ജോസ് എന്നല്ലേ എൻ്റെ പേര്? ജോസ് തന്നെ. അമ്മാവാ, അമ്മാവിന് ഇതിന് കൂട്ടു നിൽക്കരുത് കേട്ടോ. എടി നമ്മുടെ കനകനെ തല്ലിയതുകൊണ്ടല്ലേ. തല്ലിയതിന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താ പോരെ? ഞാൻ എടുത്ത് തോലമണ്ട അടിച്ച് പൊട്ടിച്ചോളെ. എന്നെങ്കിലും നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവള് പിറകെ നിരുത്സാഹപ്പെടുത്താനിടും. ഒന്നോളും ആണുങ്ങളെ ഒരു പണിക്കും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ. ആണുങ്ങൾക്ക് വേറെ പണിയുണ്ടല്ലോ. എന്ത് പണിയുണ്ട്? അവന്റെ അളിയനെ പറ്റിയിട്ടല്ലേ. അവനത് ചെയ്തോണ്ട് എന്താ കുഴപ്പം? അമ്മാവന് എന്തറിഞ്ഞിട്ട് അമ്മാവാ ഇതുവരെ ഒരു പണി ക്ലീറ്റ മര്യാദക്ക് എടുത്തിട്ടുണ്ടോ? അതിന് ഇത് അവനല്ലല്ലോ ചെയ്യുന്നത്. അവന്റെ കൂടെ വരുന്ന എന്താ കിളിയോ പ്രാവോ പറന്ന് വന്നങ്ങോട്ട് ചെയ്ത്ത് ചെയ്ത് പോവല്ലേ. ഇത് കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമാവോ? അവന്റെ കൂട്ടുകാരിലെ അവന് നല്ല പരിചയം കാണുമല്ലോ. നടന്നാ മതിയായിരുന്നു. ഈ മനുഷ്യൻ വെട്ടും കൊണ്ടുവരും. ഇവനോ? വന്നവർ രണ്ടു കാലിൽ പോയില്ലല്ലോ. ഇവൻ രക്ഷപ്പെടും. അവനാരാ മോൻ? ക്ലീറ്റോ, എന്തൊരു ഉത്സാഹം നോക്കി ഒരാൾ അടിക്കാൻ വേണ്ടിയിട്ട്. Alien versus Alien.